സർ, FCRA നടപ്പിലാക്കുന്നത് പലരെയും വെപ്രാളപ്പെടുത്തുന്നുണ്ട്. പലരും അത്തരത്തിലൊരു വെപ്രാളത്തിലാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. പക്ഷേ ഇവരുടെ ഒരു അടിസ്ഥാന പ്രശ്നം എന്താണ് എന്ന് ഇവർ തുറന്നു പറയുന്നില്ല. FCRA നടപ്പിലാക്കിയാൽ എന്താണ് പ്രശ്നം? FCRA ഏത് നിലയിലാണ് നിങ്ങളെ ബാധിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ഇവർക്ക് വ്യക്തമായി അതിനൊരു ഉത്തരമില്ല. എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ പൊതുജന മധ്യത്തിൽ പരസ്യമായി ഉത്തരം പറയാൻ സാധിക്കാത്ത ഒരു വിഷയത്തിൽ ഇവർ ഇത്രയും പേടിക്കുന്നത്? ഈ FCR ഫോറിൻ കറൻസി റൂൾ അമെൻമെന്റ് ആക്ട് ഇപ്പോൾ ബില്ലായി കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിച്ചു. സത്യത്തിൽ ഇത് ലേറ്റായി അവതരിപ്പിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എല്ലാ രാജ്യങ്ങളും ഈ വിഷയത്തിൽ വളരെ ഒരു വർഷം മുന്നേ തന്നെ എല്ലാ രാജ്യങ്ങളും ഈ വിഷയം വളരെ ഗൗരവപൂർവമായി എടുത്ത് അതിന് വേണ്ട കൺട്രോളും കാര്യങ്ങളും വരുത്തിയതാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത് വൈകിപ്പോയത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഈ തീവ്രവാദ സംഘടനകൾക്ക്, അത് തീവ്രവാദം എന്ന് പറഞ്ഞാൽ പലതും ആവാം, ഓരോ രാജ്യത്തും അതിക്രമിച്ചു കയറി അവിടുത്തെ നിയമങ്ങൾക്ക് എതിരെയായി, അവിടുത്തെ സംസ്കാരത്തിനെതിരെയായി, അവിടുത്തെ സാമൂഹ്യ നീതിക്കെതിരെയായി പ്രവർത്തിക്കാൻ, അതിനെതിരെ പ്രവർത്തിക്കാൻ കച്ചകെട്ടി ഇറങ്ങുന്നവർക്ക് കിട്ടുന്ന ധനസഹായം, ഫണ്ട്, ഇത് ആര് കൊടുക്കുന്നു, അവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്നത് ലോക രാജ്യങ്ങൾ മുഴുവൻ വളരെ കർശനമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ഈ രാജ്യങ്ങളെല്ലാവരും ഒന്നിച്ചുകൂടി ചിന്തിച്ച് അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു നിയമം ഇന്ത്യയിൽ കർശനമാക്കി അമെൻഡ് ചെയ്ത് നടപ്പാക്കുമ്പോൾ എന്തിനാണ് ചിലർക്ക് ഇത്ര ബേജാറ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ നിയമപരത്തിൽ ഒന്നും തന്നെ ആർക്കും എതിരായി പറയുന്നില്ല. പക്ഷെ നിയമവിരുദ്ധമായിട്ട് ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് പിടിക്കപ്പെടുക തന്നെ ചെയ്യും ഈ അമെൻഡ്മെന്റ് കൊണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ ഇപ്പോ ഈ നിയമം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ അതിന് എതിരെ സംസാരിച്ച് പോകുന്നത് പ്രധാനമായിട്ട് UDF നേതാക്കൾ. അതായത് ഇന്നലെ മിനിഞ്ഞാന്ന് തന്നെ UDF മുഖ്യമന്ത്രി കുപ്പായം അടിച്ചു നടക്കുന്ന, ഞാൻ മുഖ്യമന്ത്രിയാവുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന രമേശ് ചെന്നിത്തലയാണ് ആദ്യമായിട്ട് ഇതിന് എതിരെ ഒരു പ്രസ്താവനയുമായി ഇറങ്ങിയിരിക്കുന്നത്. ഈ രാജ്യത്തിനോട് ചെറിയൊരു സ്നേഹമുണ്ടെങ്കിൽ ഈ നിയമം ഇത്ര കർശനമായിട്ട് ഇവിടെ നടപ്പാക്കുമ്പോൾ ഈ ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ആൾക്കാർക്ക് മാത്രം ഇത്ര പ്രശ്നമുണ്ടാകുന്നു എന്ന് കാണുമ്പോൾ, അതിനു മുന്നേ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷി UDF കോൺഗ്രസിന്റെ നേതാവായ രമേശ് ചെന്നിത്തല വളരെ വികാരമായിട്ട് അതിനെതിരെ പ്രതികരിച്ചതായിട്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടു. അദ്ദേഹം TV ചാനലിലും വന്നിരുന്ന് പറയുന്നതായിട്ട് ഞാൻ കണ്ടു. ഞാൻ ചോദിക്കുകയാണ് ഈ നേതാവിനോട്, നിങ്ങൾക്ക് കൂറ് ഈ നാടിനോടാണോ, ഈ സമൂഹത്തിനാണോ, അതോ ഒരു പ്രത്യേക മത വിഭാഗങ്ങളോടാണോ നിങ്ങൾ സംസാരിക്കുന്നത്? ഇവിടെ ഈ ബില്ല് കൊണ്ട് എന്താണ് പ്രശ്നം? ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ പബ്ലിക്കിൽ വന്നിരുന്ന് ഛർദിക്കുകയല്ലല്ലോ രമേശ് ചെന്നിത്തല ചെയ്യേണ്ടത്. ഈ ബില്ല് പാർലമെന്റിലാണ് പാസ്സാക്കുന്നത്. ആ പാർലമെന്റിൽ ചർച്ചയ്ക്ക് എടുക്കുമ്പോ രമേശ് ചെന്നിത്തല ചിലപ്പോ MP ആയില്ലെങ്കിൽ ആ രമേശ് ചെന്നിത്തലയുടെ പാർട്ടിയുടെ 10-20 MP കേരളത്തിൽ നിന്ന് അവിടെയുണ്ട്. അവർ ആ ചർച്ചയിൽ പങ്കെടുത്തിട്ട് എന്താണ് അവർക്ക് പറയാനുള്ളത് അവിടെ പറയണ്ടേ? അതൊക്കെ കഴിഞ്ഞ് പാസ്സാക്കി നിയമമായിട്ട് ഇവിടെ ഇലക്ഷൻ നേരത്ത് വൃത്തികേട് ഛർദിക്കുക ഈ രമേശൻ ചെയ്യുന്ന മഹാതെണ്ടിത്തരല്ലേ? ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ ബില്ല് കൊണ്ട് ഈ പറയുന്ന ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ട്രസ്റ്റുകൾക്കുള്ള പ്രശ്നം? ഇപ്പോ രമേശൻ പറഞ്ഞപ്പോ ഒരു ഫാദറാണ് ഇതുമായിട്ട് സംസാരിച്ച് ഞാൻ പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടത്, ഈ TV ചാനലിലൊക്കെ വന്നിട്ട്. ഞാൻ ഫാദറിനോട് ചോദിക്കുകയാണ്, ഈ നിയമം കർശനമാകുന്നതിന് മുന്നേ തന്നെയാണ് വില്ലേജ് കോർപ്പറേഷൻ ഉണ്ട്, ക്രിസ്ത്യൻ ഒരു സംഘടനയാണ്, അതിന്റെ ഫാദറിന്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ അവിടെ നിന്ന് ഇവിടുത്തെ EDയും സെയിൽ ടാക്സും ഇൻകം ടാക്സ് റൈഡ് ചെയ്തിട്ട് അവരുടെ സ്പോട്ടിൽ 6000 കോടി രൂപയാണ്
ഒരു 10 കൊല്ലം മുന്നേ, അതായത് ഒരു 8 കൊല്ലം 9 കൊല്ലം മുന്നേ അവിടെ പിടിച്ച് നമ്മൾ ന്യൂസ് കണ്ടത്. ആ പൈസ എവിടെ പോയി? ആ ഫാദർ ഇത് റൈഡ് ചെയ്യുമ്പോ ആ ട്രസ്റ്റിന്റെ ഫാദർ അമേരിക്കയിലായിരുന്നു. ആ ഫാദർ പിന്നെ ഇങ്ങോട്ട് വന്നു. ഇവിടെയുള്ള ചോദ്യങ്ങൾക്ക് ആ ട്രസ്റ്റ് കറക്റ്റ് ഉത്തരം കൊടുത്തോ? ആ ഫാദർ പിന്നെ ഇവിടെ വരുന്നത് എങ്ങനെ അറിയോ? പഞ്ഞി വെച്ചിട്ട് പെട്ടിയിൽ ആ ബോഡി വരിക ചെയ്തു. അപ്പോ ഇവിടെ ഈ ഫാദർ ഇപ്പൊ പറയുന്നു, പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഈ നിയമം വന്നപ്പോ നിങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള കോൺഗ്രസിന്റെയോ ഏത് പാർട്ടിയുടെ ആൾക്കാര് പാർലമെന്റിൽ ഉണ്ടായിരുന്നല്ലോ. ഈ ബില്ല് അമെൻഡ് ചെയ്യാനുള്ള ചർച്ച അവിടെ ഉണ്ടായല്ലോ. ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് പാർലമെന്റിലല്ലേ ചോദിക്കേണ്ടത്? ആ ബില്ല് എടുക്കുമ്പോഴല്ലേ പറയേണ്ടത്? ഇതെല്ലാം കഴിഞ്ഞ് പാസ്സാക്കി, പാർലമെന്റ് പാസ്സാക്കി, രാജ്യസഭ പാസ്സാക്കി, പ്രസിഡന്റ് ഒപ്പിട്ട് നിയമമായി അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോ ഇപ്പോ ഇലക്ഷൻ സമയത്ത് വോട്ട് പെട്ടിയിലിടേണ്ട നേരത്ത് ഈ വൃത്തികേടുമായിട്ട് UDFന്റെ നാണമില്ലാത്ത മുഖ്യമന്ത്രി കുപ്പായം അടിച്ചു നടക്കുന്ന ആ കുപ്പായം ഉണ്ടല്ലോ, കീറ കുപ്പായം മാറും ഇത്തരത്തിലെ പ്രസ്താവനായിട്ട് ഇറങ്ങിയ എന്നും മനസ്സിലാക്കിക്കോ രമേശ് ചെന്നിത്തല. വൃത്തികേട് പറയരുത്. ഇതൊരു ഈ സമൂഹത്തിന്, ഈ ലോകത്തിന്, ഈ രാജ്യത്തിന് വേണ്ട ഒരു നടപടിയാണ്. ഈ വിദ്യാഭ്യാസ സ്ഥാപന ട്രസ്റ്റുകളുടെ പേരിൽ ഇവിടെ ഒരുപാട് പൈസ ഇവിടുത്തെ തീവ്രവാദികൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ഓർക്കണം. ഇവിടെ വേറെ ട്രസ്റ്റിന്റെ മഠാധിപകളും ഹിന്ദു സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടല്ലോ, അവരൊന്നും ഒരു അക്ഷരം മുണ്ടുന്നില്ലല്ലോ. പല ട്രസ്റ്റിന്റെ ആൾക്കാരുണ്ടല്ലോ, അവരൊന്നും മുണ്ടുന്നില്ലല്ലോ. അപ്പൊ ഇവിടെ നിലവിളിക്കുന്നുണ്ടെങ്കിൽ ആ നിലവിളിക്കുന്നവനാണ് ഇതിലെ പ്രശ്നക്കാരന് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ വോട്ടിന് വേണ്ടിയിട്ട് ഇവിടെ നടക്കുന്ന നല്ല കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാതെ എന്തു കൊണ്ടുവന്നാലും വോട്ട് ഞങ്ങളുടെ ജീവിതം, കസേര എന്റെ ജീവിതം, അതിനുള്ള കുപ്പായ അടിച്ചിരുന്നാ പോരാ. നല്ല കാര്യങ്ങൾ നല്ലതായി പറയുമ്പോൾ ഇവിടുത്തെ നല്ല മനുഷ്യർ അതിനൊരു വില തരും നമുക്ക്. അതായിരിക്കും നമ്മുടെ വിജയം. അല്ലാതെ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ഇനിയും പറഞ്ഞാൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് മാർച്ച് മാസത്തിൽ വരുമ്പോ പൊട്ടിത്തോറ്റ അമ്പി പോയിട്ടുണ്ടാവും. കാത്തിരുന്ന് കാണാം. ഇതാണ് ഈ നല്ല കാര്യങ്ങളെ നിയമമാക്കുമ്പോൾ അവിടെ പാർലമെന്റിൽ എല്ലാ പാർട്ടിയിലെ ആൾക്കാരുണ്ട്, അവർ ചർച്ച ചെയ്യട്ടെ, അതിനെ എതിർപ്പുകൾ പറയട്ടെ, എന്നിട്ട് അതൊരു വിഷയമാവട്ടെ. അല്ലാതെ എല്ലാം പാസാക്കി നിയമമായി ഇതിൽ ഒരു കുഴപ്പവും എവിടെ ഇല്ല. അതാണ് സത്യം. പക്ഷെ ആരെങ്കിലും സോപ്പിടിക്കാൻ ഇവിടെ ജമാഅത്ത് ഇസ്ലാമി ഇതിനെ തലയിലേറ്റിയിട്ട് SDPIയുടെ ഒരു കക്ഷത്തും കൊണ്ടു നടക്കുന്ന രമേശൻ പറയാണ് ഈ ബില്ല് പ്രശ്നമാണെന്ന്. കാരണം ക്രിസ്ത്യാനികളെ മുഴുവൻ സ്വന്തം പാട്ടിൽ കൊണ്ടുവരണം എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട്. ഇവിടെ യാതൊരുവിധ റിയൽ പെർഫോമൻസ് പറയാനോ റിയൽ കാര്യങ്ങൾ കാണിക്കാനോ എന്തെങ്കിലും ഒരു റിയാലിറ്റി സംസാരിക്കാനോ നാടിന് വേണ്ടത് പറയാനോ തയ്യാറില്ലാതെ ഇത്തരത്തിലുള്ള വൃത്തികെട്ട നല്ല നിയമങ്ങൾ വരുമ്പോ അതിനെതിരെ പറയുന്ന ഈ സ്വഭാവം ഇവിടത്തെ ഏത് രാഷ്ട്രീയക്കാരനായാലും നിർത്തിയില്ലെങ്കിൽ അത് നമ്മുടെ നാടിന് ദോഷമാണ്. ഇവിടെയുള്ള വിദ്യാഭ്യാസം, ഇപ്പൊ വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞാണ് ഇത് പറയുന്നതെങ്കിൽ ആ വിദ്യാഭ്യാസത്തിന് പോലും ദോഷമായിട്ട് മാറും എന്ന് ഈ നേതാക്കൾ കരുതിയെന്നോളണം. ഇത്തരത്തിൽ കരുതിയിരിക്കുക എന്നുള്ളതാണ്. FCRA കൊണ്ട് ആരൊക്കെ ഭയപ്പെടുന്നു, എന്തിനു വേണ്ടിയാണ് ഭയപ്പെടുന്നത് എന്നതൊരു വലിയ ചോദ്യമാണ്. ഈ രീതിയിൽ FCRA എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അത് കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കേണ്ടുന്ന ഉത്തരവാദിത്വം FCRA വിമർശിക്കുന്നവർക്കുണ്ട് എന്നുള്ളതാണ്. കാരണം FCRA നിങ്ങൾ കൂടി എന്തിനു വിമർശിക്കണം, അല്ലെങ്കിൽ FCRA കൊണ്ട് നിങ്ങൾക്ക് കൂടി എന്താണ് ദോഷമുണ്ടാകുന്നത് എന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പൊതുജനങ്ങളെ ധരിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ധരിപ്പിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെ ധരിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ട് എങ്കിൽ മാത്രമാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഇത്തരം നിയമങ്ങളെ എതിർക്കാനുള്ള എല്ലാ അധികാരവും എല്ലാ റൈറ്റ്സും പ്രതിപക്ഷ പാർട്ടികൾക്കുമുള്ളത്. അല്ലാത്തിടത്തോളം ഇത് വെറും രാഷ്ട്രീയം മാത്രമാണ്. വ്യക്തമാണ്. താങ്ക് യു ജയശങ്കർ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.